നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ആയില്യ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ടസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. 10ാം ഭാവത്തിൽ രുചകായോഗം ചെയ്തു ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഈ മാസത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും വളരെ ആക്റ്റീവായിട്ട് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീമാൻ രണേഷ് വിജയി എന്നാണ്, യുദ്ധം ചെയ്ത് വിജയിച്ച് നൃപവല്ലവസ്ഥ രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. 12ാം തീയതി വരെ ഗുരുശുക്ര യോഗമാണ്. അപ്പോൾ ഗുരുഭാർഗവ സംയോഗേ ദിവ്യദാരോ മഹാധനി ധർമ്മസ്ഥിത പ്രമാണജ്ഞ വിദ്യാ ജീവിതി ജായത എന്ന് പറയുന്ന യോഗം വരും. അപ്പോൾ എന്ത് വിദ്യയാണോ പഠിച്ചത് അതിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടും. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളും സാമ്പത്തിക വർധനവും ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാം. അതിനോടൊപ്പം എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാം. കളത്രകാരകനായിരിക്കുന്ന ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ ബലവാനായി നിൽക്കുന്നത് കാരണമുണ്ട് വിനോദസഞ്ചാരം പോലെയുള്ള കാര്യങ്ങൾ, മനസ്സിന് എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുകയും മാനസികമായിട്ടുള്ള സന്തോഷവും റിലാക്സും ഒക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യാനുള്ള യോഗമുള്ള സമയമാണ്. എന്നാൽ അനാവശ്യമായിട്ട് കുറച്ച് യാത്രകൾ വേണ്ടി വരിക, ശാരീരികമായിട്ട് കുറച്ച് ക്ഷീണം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. സധനോ അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 12ാം ഭാവത്തിൽ 12ാം തീയതിക്ക് ശേഷം ശുക്രൻ വരും. അപ്പോൾ അത് സാമ്പത്തികമായിരിക്കുന്ന ഗുണത്തെ വർദ്ധിപ്പിക്കും. മാത്രമല്ല 12ാം ഭാവത്തിൽ ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത്, ശുക്രനോട് യോഗം ചെയ്ത്. അപ്പോൾ ബുധശുക്ര യോഗവും രംഗായോഗവും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വീട് വിട്ട് നിന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുണ്ട്. എന്നാൽ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്ത് 3ൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളൊക്കെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടോ അകന്ന് നിൽക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അത് കലഹം പോലെയുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള അകൽച്ച കൊണ്ടും ആകണമെന്നില്ല. മറ്റു തൊഴിലോ അതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അകന്ന് നിൽക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അതല്ല മാനസികമായിട്ടും കുറച്ച് അകൽച്ച വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സാങ്കേതികമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ട് നിൽക്കുകയോ അകന്ന് നിൽക്കുകയോ ചെയ്യുന്നത് കൊണ്ടുള്ള അകൽച്ചയാകാനാണ് സാധ്യത കാണുന്നത്. കാരണം നിപുണായോഗം ചെയ്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് സഹായ സ്ഥാനാധിപതിയും സഹോദര സ്ഥാനാധിപതിയും 12ൽ നിൽക്കുന്നത്. ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കണ്ട് ഭാഗ്യത്തിന് കുറച്ച് മുറിവ് സംഭവിക്കുക, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുക, ചില സമയത്ത് പെട്ടെന്ന് ഭാഗ്യക്കുറവ് ഉണ്ടാകുക, ചില സമയത്ത് ഭാഗ്യവർദ്ധന ഉണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിരിക്കുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്കിലെടുക്കണം. അഷ്ടമശനിയാണ്. അപ്പോൾ ശനിയുടേതായിരിക്കുന്ന അഷ്ടമശനി എന്ന് പറയുമ്പോൾ അത് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങളുള്ളത് കൊണ്ടുള്ള മാനസിക ടെൻഷനോ പരസ്പരം മാനസികമായിട്ടുള്ള അകൽച്ച പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള വിഷമം അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വക്ഷേത്ര ബലവാനായത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ടും 7ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടും വലിയൊരു ദോഷത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് കാണുന്നത്. എന്നാലും അഷ്ടമത്തിലെ ശനി ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനും ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.